ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിച്ചിരുന്നോ, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് വീഡിയോ ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് ഈ ഒരു ജനറൽ റീഡിംഗ് കണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. നിങ്ങളുടെ എനർജി തന്നെയാണോ ഇത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എടുക്കേണ്ടത് ഡിസിഷൻ എന്നുള്ളത് പേഴ്സണൽ റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിയൽ ആയിട്ട് സ്നേഹിച്ചിരുന്നു, അവരുടെ അവസ്ഥ എന്താണ്? വളരെ പോസിറ്റീവ് ആയിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിയൽ ആയിട്ട് സ്നേഹിച്ചിരുന്നു, അവരുടെ കറന്റ് സിറ്റുവേഷൻ, Queen of Cups, King of Wands, Ace of Swords, Hierophant, Justice, Knight of Wands, Magician, Four of Swords. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ജഡ്ജ്മെന്റ് കാർഡാണ്. ആൻഡ് നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടാരോട്ട് കാർഡ്സും കൂടി എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ റിയൽ ആയിട്ട് സ്നേഹിച്ചിരുന്നു, അവരുടെ ട്രൂ ഇന്റൻഷൻ എന്താണ്? കറന്റ് സിറ്റുവേഷൻ, കറന്റ് ഫീലിംഗ്സ്, Four of Cups, Two of Cups, Five of Wands, Two of Pentacles. ഓക്കെ, ഇത് ചാരിയറ്റ് കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കാർഡ്സ് കാണുമ്പോൾ തന്നെ പറയാം, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ലായിരിക്കാം. കാരണം ഇപ്പോൾ സ്വന്തം കാര്യം നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളാണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കി അവനവന്റെ ഒരു ലൈഫിൽ ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ആത്മധൈര്യത്തില് നിങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു ഡിപ്പെൻഡ് ചെയ്യാതെ, രണ്ടുപേരും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സ്നേഹത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദന വെച്ചിട്ട് പുറത്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ പേഴ്സന്റേത്. നിങ്ങളും അതേപോലെ തന്നെ ആദ്യമൊക്കെ നിങ്ങൾ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വേണ്ട, ഞാൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവരുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട്, എന്നെ വേണ്ടാത്ത ഒരാളെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വയം കാര്യം നോക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
അതായത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു, അവർ അവരുടെ കാര്യം നോക്കുന്നു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പോ ആയിരിക്കാം. രണ്ടുപേരും അവനവന്റെ കാര്യം നോക്കി നടക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. അതുപോലെ തന്നെ ഇവിടെ രണ്ട് കാർഡ്സും മീൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, അവരെന്തോ ആയിക്കോട്ടെ, രണ്ടുപേരും രണ്ടുപേരുടെ കാര്യം നോക്കി പോകുന്നു. പക്ഷെ ഇതിൽ ഒരാൾ വളരെയധികം പെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റാത്തൊരവസ്ഥ. ഓക്കെ, ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറി നിൽക്കുന്നു, നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ട് മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് പറ്റാതെ നിങ്ങൾ ഡൗൺ ആയിട്ടിരിക്കുന്നു. ഓക്കെ, അവര് വലിയ ആളെ പോലെ ഇരിക്കുന്നു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ ഇല്ലാതെ എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. നിങ്ങളാണെങ്കിലോ അവരില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഓക്കെ, നിങ്ങളോട് അവർക്ക് ഉണ്ടായിരുന്നത് റിയൽ സ്നേഹമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇവിടെ നിങ്ങളടുത്ത് അവർക്ക് ഉണ്ടായിരുന്നത് റിയൽ സ്നേഹമായിരുന്നു ഒരു സമയത്ത്. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളടുത്ത് അവർക്ക് വളരെ വളരെയധികം സ്നേഹമായിരുന്നു. നിങ്ങളായിരുന്നു അവരുടെ ലോകം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നിരിക്കാം ആ പേഴ്സണ്. അതായത് അവരുടെ ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അവരുടെ ജോലി കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ അവർ കെയർ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിയോറിറ്റി തന്നിട്ടുണ്ടാക്കാം. പക്ഷെ പോകെ പോകെ അത് ഇല്ലാണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് നിങ്ങളുടെ പാസ്റ്റ് കഴിഞ്ഞു പോയതിൽ നിങ്ങളടുത്ത് ഈ പേഴ്സണ് ഡെഫിനറ്റ്ലി വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. പോകെ പോകെ അത് ഇല്ലാണ്ടായതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ മാരീഡ് പേഴ്സൺസ് ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ബന്ധമാണെങ്കിലും ഓക്കെ. അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള പേഴ്സൺസ് നിങ്ങളുടെ ലൈഫിൽ രണ്ടു പേർക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പൊ മാരീഡ് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇടയിലേക്ക് കയറി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാകാം. അത് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടവരായിരിക്കും, അതായത് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അല്ല എക്സ്ട്രാ മെറിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വൈഫ് ആൻഡ് ഹസ്ബൻഡ് അങ്ങനെയുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ ഇൻവോൾവ്ഡ് ആണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. സോ അത് തന്നെയാണ് ഇപ്പോൾ ആ പേഴ്സന്റെ പ്രശ്നം എന്ന് പറയുന്നതും. അവനവൻ വാല്യൂ കൊടുക്കേണ്ട അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് മൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. വളരെ ആശ്വാസത്തിന് വേണ്ടിയിട്ടും ഹീലിങ്ങിന് വേണ്ടിയിട്ട്, അതായത് അവരുടെ അത്രയും കാര്യങ്ങൾ അവർക്ക് ചുമരിൽ എന്താ പറയാ റെസ്പോൺസിബിലിറ്റികൾ താങ്ങാൻ വേണ്ടിയിട്ട് പറ്റാത്ത സമയത്ത് നിങ്ങളൊരു ഹീലിംഗ് ആയിട്ട് അവർക്ക് കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത്, നിങ്ങൾ രണ്ടും മീറ്റ് ചെയ്യുന്നു, രണ്ടു പേർക്കും ഒരു ആശ്വാസമാകുന്നു എന്ന് വേണം പറയണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ തുടക്ക സമയത്ത് അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ലോകമായിരുന്നു, എല്ലാം ആയിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സന്റെ കേസ് എടുക്കുമ്പോൾ അവർക്ക് നിങ്ങൾ എന്ന് പറയുന്നത് ലോകമായിരുന്നു. ഓക്കെ, പക്ഷെ അത് പോകെ പോകെ ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, അതിന് ഇവിടെ ഒരു മീനിങ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ജസ്റ്റിസ് സംഭവിക്കുന്നു എന്ന് വേണം പറയണമെങ്കിൽ. ഇത് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുവന്നതായിരിക്കാം. കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ എൻഡ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റികൾ ഏറ്റെടുക്കുക, ആ കടമകൾ തീർക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഓക്കെ, അത് വിട്ടു വരിക അല്ലെങ്കിൽ അത് വിട്ടിട്ട് ഒരു സന്തോഷത്തിലേക്ക് വരിക, അവനവന്റെ കാര്യം നോക്കി വരിക എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ്, നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഒരു ജസ്റ്റിസ് നടക്കുകയാണ് എന്ന് വേണം പറയണമെങ്കിൽ. ഡെഫിനറ്റ്ലി അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് ഇല്ല എന്നല്ല, പക്ഷെ അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് അവരുടെ ലൈഫിലുള്ള ആ ഒരു വാല്യൂ കൊടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളടുത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തേണ്ട ഒരു അവസ്ഥ ഇവിടെ വരുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ അട്രാക്ഷൻ തോന്നുന്നുണ്ട്, നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ റീഡിംഗ് പറയുമ്പോൾ പോലും എനിക്ക് ചില സമയത്ത് സ്റ്റക്കായിട്ട് വരുന്നത് അവരുടെ ഫീലിങ്സ് അത്രമാത്രം ഉണ്ട് എന്ന് വേണം പറയണമെങ്കിൽ. ട്രാപ്പിഡ് ആണ് ഈ പേഴ്സൺ, ട്രാപ്പിഡ് ആണ്. ആ സിറ്റുവേഷൻ എന്താണോ അതിൽ നിന്നൊന്ന് ഊരിപ്പോവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഓക്കെ, അത്രയ്ക്കും
മേ ബി എനിക്ക് തോന്നുന്നു ഈ പേഴ്സൺ ഈ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് മേ ബി വേറെ വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഈ വ്യക്തിയെ ഭീഷണിപ്പെടുത്തി വെക്കും, അല്ലെങ്കിൽ ഇമോഷണലി ഭീഷണിയാക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യുമ്പം അവർ ട്രാപ്പായി എന്ന് വേണം പറയണമെങ്കിൽ. ഇനിയിപ്പം ഫാമിലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള ഫാമിലി മേ ബി അവരെ എന്താ പറയാ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല ഫാമിലി. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടാകാം. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ ട്രാപ്പായി കിടക്കുകയാണ്. സോ അതിൽ നിന്നൊന്ന് മൂവ് ഓൺ ആയി വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല എന്ന് വേണം പറയണമെങ്കിൽ. അതുകൊണ്ടാണ് അവരിപ്പോൾ അവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് പോലും നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്നേഹമാണ്, അത് അവർ തരുന്നതാണ്. ഈ ഒരു ജസ്റ്റിസിന് ശേഷം അവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി കഴിയുമ്പോൾ അവർ വരുന്നതാണ്, അവർ തരുന്നതാണ് ആ സ്നേഹം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, അത് അവര് ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. എന്റെ സിറ്റുവേഷൻസ് ഇതൊക്കെയാണ് എന്ന് അവര് പറയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ടാരോട്ട് കാർഡ്സ് പോലും പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്, അപ്പം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ സ്നേഹം എന്ന് പറയുന്നത് വിട്ടുപോകാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും പറ്റുന്നതല്ല. പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. രണ്ടുപേർക്കും അതിന് പറ്റത്തില്ല. ഈ സിറ്റുവേഷൻസ് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ വേറിട്ട് നിൽക്കേണ്ട, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. രണ്ടുപേർക്കും മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിന് കാരണം നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുന്ന മാത്രം എടുക്കുക. ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മറന്നു പോവാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം അവർ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവർ തരുന്ന സ്നേഹം നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. സോ എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും, ചീറ്റിംഗ് നടന്നിട്ടുണ്ടെങ്കിലും, നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടവരാണെങ്കിൽ ഒന്നിക്കുക തന്നെ ചെയ്യും. പിന്നെ സ്വീകരിക്കാണ്ടിരിക്കുക, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ രണ്ടുപേർക്ക് മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ പറയുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പുറത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പുറത്തെ ഒരു സിറ്റുവേഷൻ ജഗ്ലിംഗ് ആണ്, ബാലൻസ് കിട്ടുന്നില്ല. അപ്പുറത്ത് നിങ്ങളെ വെച്ചിട്ട് ഇപ്പുറത്തെ ഈ സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്കത് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ. അവർക്കത് സാധിക്കുന്നില്ല. അത് ഓക്കെ, ഒരു ബാലൻസ് അവർക്ക് കിട്ടുന്നില്ല. ആ ഒരു സിറ്റുവേഷനും ഇമ്പോർട്ടന്റ് കൊടുക്കണം, നിങ്ങളെ ആലോചിക്കും, നിങ്ങൾക്കും വേണം. പക്ഷെ നിങ്ങളെയും കാട്ടി കുറച്ചും കൂടി മുകളിൽ നിൽക്കുന്നത് ആ സിറ്റുവേഷൻ ആണ്. അവരെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ്. അത് വ്യക്തികളായിരിക്കാം, ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ആര് തന്നെയാണെങ്കിലും. ഓക്കെ, സ്നേഹമാണ്, അത് മാറി നിന്ന് സ്നേഹിക്കേണ്ട ഒരവസ്ഥ. അതായത് സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല, മാറി നിന്നാണ് നിങ്ങളെ വീക്ഷിക്കുന്നത്, നിങ്ങളെ ചേസ് ചെയ്യുന്നതൊക്കെ. അതായത് നിങ്ങളെ നോക്കുന്നുണ്ട് അവര് മാറി നിന്നിട്ട്. നിങ്ങളെ അറിയിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിന് കാരണം ഈ ഒരു സിറ്റുവേഷനുള്ള സമയത്ത് നിങ്ങളെ അതിലേക്ക് വലിച്ചിട്ടൊരു കാര്യമില്ല. ഓക്കെ, അത് അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു സ്നേഹം അവർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നതാണ്. ഈ ഒരു ജസ്റ്റിസ്, ഈ ജഡ്ജ്മെന്റ് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നതാണ്. 5 of Wands ആണ്, അവർക്ക് ഫൈറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. ഈ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇതിനോട് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ള സിറ്റുവേഷൻ എന്താണെങ്കിലും ആ സിറ്റുവേഷന്റെ അടുത്ത് അവർക്ക് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ അവർ ഓൾറെഡി എല്ലാം മനസ്സിലാക്കി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ വേണം, അല്ലെങ്കിൽ നിങ്ങളടുത്ത്, ഞാൻ പറഞ്ഞല്ല, നിങ്ങളടുത്ത് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫ് ലോങ് അത് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രസൻസ്. സോ ആ സിറ്റുവേഷൻ ഉണ്ടാക്കാനുള്ള ഫൈറ്റിംഗ്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ മറികടക്കാനുള്ള ഒരു ഫൈറ്റിംഗ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈഫിൽ. ഓക്കെ, ഇനി കുറച്ച് ക്ലൂസും കൂടി എടുത്തു നോക്കാം. I am thinking of you this very moment. Your loves fill me with light. I love you. Okay. I miss you so much. അത് അവർ പറയാൻ തയ്യാറാവുന്നില്ല എന്നേ ഉള്ളൂ. അത് ആ സിറ്റുവേഷൻ കൊണ്ടാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോകണം, അതിന്റെ ഇടയിൽ ആ സിറ്റുവേഷനും കൊണ്ടുപോകാന്നുള്ളത് അവർക്കത് ഇമ്പോസിബിൾ ആണ്. ഐ കാൻ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ട്, എപ്പോഴും നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. I can't sleep because I have been thinking of you so much. You are my reason for living. അവർ ജീവിക്കുന്ന പോലും തുടക്ക സമയത്ത് നിങ്ങൾ സ്നേഹത്തിലായിരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടാവും,
ഞാൻ അലൈവായി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിന്റെ റീസൺ പോലും നീയാണ് എന്നൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം. ഓക്കെ, അതിപ്പം അതില്ല, അത്രയും പറഞ്ഞ ഒരാൾ വിട്ടുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സിറ്റുവേഷൻ കൊണ്ടാണ്. ഐ എം സോ അൺഹാപ്പി വിത്തൗട്ട് യു. ശരിയാണ്, അവർക്ക് അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഐ എം തിങ്കിങ് ഓഫ് യു ദിസ് വെരി മൊമെന്റ്, യുവർ ലവ് ഫിൽസ് മീ വിത്ത് ലൈറ്റ്, ഐ ലവ് യു. അത് റിപ്പീറ്റ് വന്നതാണ്, നേരത്തെ വന്നിട്ടുണ്ട് കാർഡ്. ഓക്കെ, ലെറ്റർ എച്ച്. നമ്പർ 21, ഏജ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. 34. നമ്പർ 45, ഏജ് ആയിരിക്കാം. 20. 11, ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ ആയിരിക്കാം, ഓർ ഡേയ്സ് ആയിരിക്കാം. മാറ്റം, നിങ്ങളുടെ ഇടയിലേക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നതിന്റെ ഒരു ഡേയ്സ് എന്ന് പറയാം. നമ്പർ 14. നമ്പർ 41, ഏജ് ആയിരിക്കാം. 18. നമ്പർ 49. നമ്പർ 41 റിപ്പീറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഏജ് ആയിരിക്കാം. ഓക്കെ, ലെറ്റർ സി. നമ്പർ 37, 6 month. ഓക്കെ, 6 month എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ജഡ്ജ്മെന്റ്, ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ ഒരു ടൈമിംഗ് ആയിരിക്കാം. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എൻഡ് ആകുന്നതിന്റെ, അല്ലെങ്കിൽ ആ ഒരു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം, അത് എൻഡ് ആകുന്ന ഒരു ടൈം ആയിരിക്കാം 6 month എന്ന് പറയുന്നത്. 2 week വന്നിട്ടുണ്ട്, ഇതൊരു പോസിബിലിറ്റി ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്താണ്, ആ പേഴ്സൺ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. ഒരു ക്ലാരിഫിക്കേഷൻ അവർ തരുന്നുണ്ടാവില്ലായിരിക്കാം, ചെറിയൊരു ക്ലൂ തരുന്നുണ്ട്, പിന്നെ പോകുന്നു വരുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാകാം. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റീസൺ നിങ്ങൾക്ക് ഈ ഒരു 2 weekന്റെ ഉള്ളിൽ അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ കോണ്ടാക്ട്, പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കാം. ഓക്കെ, എന്ന് കരുതിയിട്ട് പ്രോപ്പറായിട്ട് എൻഡ് ആകുന്നു എന്നല്ല, അതായത് പ്രശ്നം എന്താകുന്നു എന്നല്ല, നിങ്ങൾക്കൊരു സംസാരിക്കാനുള്ള ഒരു ചാൻസ്. ഓക്കെ, നമ്പർ 12, ലെറ്റർ യു. നമ്പർ 15, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. നമ്പർ 32, ഏജ് ആയിരിക്കാം. ലെറ്റർ പി. നമ്പർ 30. നമ്പർ 6, ഇത് ഡേയ്സ് ആയിരിക്കാം, ഓർ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. ഡേയ്സ് എന്ന് പറയുമ്പോൾ ആ ഡേ എന്ന് പറയുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ബ്രേക്കപ്പ് ആണെങ്കിൽ, നിങ്ങൾ അവരുടെ ഫുൾ ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ ഒരു ബ്ലോക്ക് അഴിക്കുന്ന, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഡേ. ഓക്കെ, നമ്പർ 13, 9 month. ഈ ജഡ്ജ്മെന്റ് ജസ്റ്റിസ് ഒക്കെ അവസാനിക്കുന്നു, പൂർണ്ണമായിട്ട് എൻഡ് ആകുന്നത്, സിറ്റുവേഷൻസ് എല്ലാം തന്നെ എൻഡ് ആകുന്നു, നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ സോൾവ് ആകുന്നത് ആ ഒരു 9 month ആയിരിക്കാം. ഓക്കെ, 1 week കോണ്ടാക്ട് ചെയ്യും. 3 week. നമ്പർ 14. നമ്പർ 38. നമ്പർ 23. നമ്പർ 19. 46, ഏജ് ആയിരിക്കാം. നമ്പർ 5, ഡേയ്സ് ആയിരിക്കാം, ഡേ ആയിരിക്കാം. 5 എന്ന് പറയുന്നത് നിങ്ങളുടെ അവർ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം. 2 month. ലെറ്റർ കെ. 6 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് റിപ്പീറ്റ് വന്നിട്ടുണ്ട്, ഇതൊരു പോസിബിലിറ്റി ആണ്. 6 days എന്ന് പറയുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 6 day, 6 ദിവസം. 17, ലെറ്റർ എക്സ്. 21, ഏജ് ആയിരിക്കാം, ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം. 42, റിപ്പീറ്റ് തോന്നുന്നു. 24, ഏജ് ആയിരിക്കാം. 1 month. ഓക്കെ, 31, 44, 5 week. ഓക്കെ,
അപ്പം ഈ വീക്ക് എന്ന് വന്നിട്ടുള്ളതൊക്കെ നിങ്ങൾക്കൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള ടൈമാണ്. ആൻഡ് മന്ത് വന്നിട്ടുള്ളത് നിങ്ങളുടെ ഈ ജഡ്ജ്മെന്റ് ആൻഡ് ജസ്റ്റിസ് അവസാനിക്കുന്ന ഒരു സമയമാണ്. അതായത് പ്രോപ്പർ ആയിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു ടൈം, റിയൂണിയൻ പ്രോപ്പർ, അതായത് എൻഡ് ആകാതെ റിയൂണിയൻ ആകുന്ന ഒരു സമയമാണ് ഈ മന്ത് എന്ന് പറയുന്നത്. ചിലർക്ക് 9 മന്ത് വന്നിട്ടുണ്ട്, 1 മന്ത് വന്നിട്ടുണ്ട്, 3 മന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ള ഒരു മെയിൻ കാരണം, നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ വാല്യൂ ഈ ഒരു ജഡ്ജ്മെന്റ് ജസ്റ്റിസ് നടക്കുന്നത് പോലും പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കുക എന്നതാണ് ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതായത് തുടക്ക സമയത്ത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കുമല്ലോ വേറെ പേഴ്സന്റെ കൂടെ പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷന് ഇമ്പോർട്ടന്റ് അവർ കൊടുത്തിട്ടുണ്ടാകുക. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന ആ ഒരു നിമിഷം അതായിരിക്കും, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അപ്പൊ രണ്ടാമത് അങ്ങനെ നടക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാവേണ്ടതാണ്. അപ്പം അത് മനസ്സിലാക്കണം. നിങ്ങളെ കുറിച്ചിട്ട് അവർ നല്ല രീതിക്ക് ചിന്തിക്കണം. നിങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരു അവസ്ഥ, നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള, അതായത് നിങ്ങൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുണ്ടാകും, നിങ്ങൾക്കൊന്നും പറ്റാതായിട്ടുണ്ടാകും, നിങ്ങൾ ഒരു സൂയിസൈഡ് വരെയൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ അവർ ഉറപ്പായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ കർമ്മ തന്നെ പറയാം, ഓൾറെഡി കർമ്മ തന്നെ പറയാം. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ പോകണം, അതിലൂടെ കടന്നു പോയാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ വാല്യൂ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോഴേ അവർ റിപ്പീറ്റ് അത് ചെയ്യാതിരിക്കത്തുള്ളൂ, ആ പെയിൻ മനസ്സിലാക്കുമ്പോൾ. അപ്പൊ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ ഒരു സമയം നിങ്ങൾ കൊടുക്കണമെങ്കിൽ ഈ ചേസിങ് നിങ്ങൾ നിർത്തേണ്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ചേസ് ചെയ്ത് പോകുന്നവർക്ക് ഭയങ്കര ലേറ്റ് ആയിരിക്കും, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിരിക്കും. ഇത് ജഡ്ജ്മെന്റ് ജസ്റ്റിസ് നടന്ന് കുറെ കഴിയണം നിങ്ങൾക്ക് അതിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക, അവനവന്റെ വാല്യൂ വിട്ടുകൊടുക്കാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അത് അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളുടെ പ്രസൻസ്, ഇപ്പോൾ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവര് പുറത്ത് കാണിക്കുന്നില്ല. പക്ഷെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഒട്ടും പറ്റാതെയായി പോകും. അവരുടെ മുന്നിൽ വരുന്ന ഒരു ചെറിയ സിറ്റുവേഷൻ പോലും അവർക്ക് ഒന്നും അല്ലാണ്ടാവും, നിങ്ങളെ മാത്രം മതി എന്നുള്ളൊരു ചിന്ത വരും. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ്, ആ ചേസിങ് നിർത്തുക, സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് റെസ്പെക്ട് ചെയ്യുക. എനിക്കറിയാം സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്ക് അത് പറയുന്നത് എളുപ്പമായിരിക്കില്ല, ചെയ്യുന്നത് എളുപ്പമായിരിക്കില്ല. പക്ഷെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ത്യാഗം ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിലേക്ക് പല കാര്യങ്ങളും വന്നു ചേരുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വന്നു ചേരുന്നത് അപ്പോഴാണ്. അപ്പം സ്നേഹത്തിന് ഡിപ്പെൻഡ് ചെയ്യുമ്പം, സ്നേഹത്തിന് എന്നല്ല എന്തിനേയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമ്മൾ നമ്മളല്ലാതായിട്ട് മാറും. ഓക്കെ, നമ്മളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് പലതും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് വരിക എന്നുള്ള ഒരു ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ട് പോയ ഒരാള് പിന്നെയും തിരിച്ചു വരുമ്പം സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടതോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കാം. ഓഫ് കോഴ്സ് അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ചാൻസുകൾ കൊടുക്കാം, പക്ഷെ ആദ്യം വിശ്വസിച്ച് വെച്ചതുപോലെ ഒരു വിശ്വാസം നിങ്ങൾ വെച്ചിട്ട് രണ്ടാമത് നിങ്ങൾ ചീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയാലും നിങ്ങൾ ആദ്യം കടന്നു പോയിട്ടുള്ള ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് നിങ്ങൾ രണ്ടാമത് ഫേസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, എപ്പോഴും സ്വന്തം ലൈഫിൽ സ്വന്തം അവനവൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധം എപ്പോഴും എടുത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.